ഹലോ എവരിവൺ. നമ്മുടെ 800 വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു ആ വണ്ടി ആ ബ്രോഷറിൽ കാണിച്ചിരുന്ന പോലെ ജാപ്പനീസ് സ്റ്റൈലിൽ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്ത്യക്കാർക്ക് വി കാണ്ട് ഓവർനൈറ്റ് പാർട്സ് ഫ്രം ജപ്പാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ടുക്ക് ആൻ ഓവർനൈറ്റ് ഫ്ലൈറ്റ് ഫ്രം ഇന്ത്യ ടു ജപ്പാൻ. ആൻഡ് ഇപ്പോൾ ഞാനിവിടെ ജപ്പാനിലാണ്, ലാൻഡ് ഓഫ് ആനിമെ. എൻ്റെ ബാക്കിൽ തന്നെ കാണാൻ പറ്റും ഇവിടെ ഒരു ഗെയിം കഫേ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ ഹോട്ടലിനകത്താണ്. നമുക്ക് പുറത്തേക്ക് പോകാം. ഇത് കഴിഞ്ഞിട്ട് ഐ വിൽ ഷോ യു മോർ പ്ലേസസ് അറൗണ്ട്. നിങ്ങൾ ആമസോണിൽ ജെയിംസ് മേസ് അവർ മാൻ ഇൻ ജപ്പാൻ കണ്ടു. ദിസ് ഈസ് യുവർ മാൻ ഇൻ ജപ്പാൻ. എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി കോൾഡ്. ഇതിപ്പോൾ ടോക്കിയോയുടെ ഒരു സെൻട്രൽ പാർട്ടിൽ തന്നെയാണ്. നമ്മൾ ചീബ എന്ന് പറയുന്ന ഒരു പ്രിഫെക്ചറിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെയാണ് മെയിൻ മെട്രോ സ്റ്റേഷൻ ചീബയുടെ. ആൻഡ് ദിസ് ഇസ് റൈറ്റ് ഹിയർ. ഈ ഹോട്ടലും മെട്രോ സ്റ്റേഷൻ തമ്മിൽ വളരെ ഡിസ്റ്റൻസ് കുറവാണ്, വളരെ വിൻഡിയാണ്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ കുറച്ച് നേരമായിട്ട് റോന്തി വിട്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി നോയ്സി ഔട്ട് ഹിയർ. ഇതൊരു സ്കൈ വാക്കാണ്. ദിസ് കണക്ട്സ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ഓവർ ദെയർ. അവിടെ നമുക്ക് ഇവിടെ എല്ലാവരും റെയിൽ ട്രാൻസിറ്റാണ് യൂസ് ചെയ്യുക. ജപ്പാൻ ഒരു കാർ കൺട്രി ആണെങ്കിലും ഇവിടെ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ റെയിലാണ്. ഹായ്, ഹോണ്ട സിറ്റി 4th ജനറേഷൻ. ഒരു വോൾവോ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ നമുക്കൊരു നിസാൻ മൈക്ര കാണാം. ഭയങ്കര വലിയ ഹൈ റൈസ് ബിൽഡിങ്സ് ഒന്നും ഇല്ല ജപ്പാനിൽ. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന ടോളസ്റ്റ് ബിൽഡിംഗ് അതാണ്. ബട്ട് അതർവൈസ് ഈ ഒരു ഹൈറ്റേ നമ്മൾ യൂഷ്വലി കാണുള്ളൂ. ഒരു 12-13 ഫ്ലോർസൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളൂ. ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ സിട്രോയിൻ്റെ ലോഗോ ഉള്ള പോലത്തെ ഒരു സാധനം കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഡെയ്സോ. ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. അതുപോലെ തന്നെ അവിടെ താഴെ ഒരു 7-Eleven ഉണ്ട്. അവിടെ പോയിട്ട് കയ്യിൽ എന്തെങ്കിലും ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇറ്റ്സ് ഫ്രീസിങ് കോൾഡ്. നല്ല വിൻഡിയുമാണ്. അപ്പോൾ കാരണം ഇറ്റ് ഫീൽസ് കോൾഡർ ദാൻ യൂഷ്വൽ. ഇന്നെനിക്ക് ഓൾമോസ്റ്റ് ഓപ്പൺ ഷെഡ്യൂളാണ്. 1-2 ആളുകൾ വിസിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ മോർ ദാൻ ദാറ്റ് വിൽ ഡു സം കാർ സ്പോട്ടിങ് ആൻഡ് വാക്ക് അറൗണ്ട് ടോക്കിയോ നെയ്ബർഹുഡ്. അപ്പോൾ ഇങ്ങനെ ഗ്ലൗസൊക്കെ വാങ്ങിച്ച് നമ്മളിപ്പോൾ ചീബയിലെ റോഡുകളിലൂടെ കാർ സ്പോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയൊക്കെയാണ്. ഇതത്ര ഒരു കാർ സെൻട്രിക് ഏരിയ അല്ല. ഒരു ഹോണ്ട എൻബോക്സ് പോകുന്നുണ്ട്. ഐ റിയലി ലൈക്ക് ദോസ് കാർസ്. കുറേയധികം JDM വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ജപ്പാനിലാണ് JDM വണ്ടികളേ ഉള്ളൂ. ഹോണ്ട S660 വിത്ത് എ സ്പോയിലർ. മൊഡുലോ കിറ്റാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു എന്തോ ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു, അത് വായിക്കാൻ പറ്റിയില്ല. ദർ ഇസ് ദ ഓൾട്ടോ. മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ ഓൾട്ടോ ആണ്, നമുക്ക് ഇന്ത്യയിൽ കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഇറ്റ്സ് വെരി വിൻഡി. കാറ്റടിക്കുമ്പോഴാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഉടനെ ബിൽഡിങ്ങുകളുടെ ഇടയിൽ അഭയം തേടുകയാണ് ഓരോ തവണയും കാറ്റടിക്കുന്ന സമയത്ത്. വേറെ വഴിയില്ല. അവിടെ ഒരു BMW M3 കിടപ്പുണ്ട്. ഇവിടെ ഒരു പോലീസുകാരൻ എന്നെ വളരെ സംശയത്തോടെ നോക്കുന്നുണ്ട്. ഇവരെന്ത് ഈ കാറുകൾ കാണിച്ചിട്ട് ഓരോന്ന് പറയുന്നതെന്നുള്ള രീതിയിൽ. ഇവിടെ ഒരു വാഗണാറുണ്ട്. നമുക്ക് ഇന്ത്യയിൽ കിട്ടിയില്ല ഈ ഒരു ജനറേഷൻ. നമുക്ക് നമ്മുടെ ഇന്ത്യനൈസ്ഡ് വേർഷനാണ്. നല്ലൊരു E46 കിടപ്പുണ്ട്. BMW ആക്ച്വലി ഇവിടെ വളരെ കോമൺ ആണ്. അതുപോലെ ദിസ് ഈസ് യുവർ ടിപ്പിക്കൽ കെ കാർ നെയ്ബർഹുഡ്. ഒരു വാൻ ഉണ്ട്, നമ്മുടെ ഒരു വേഴ്സൊക്കെ പോലെ ഇരിക്കുന്ന വണ്ടി, പക്ഷേ മച്ച് സ്മോളർ. സുസുക്കി എവറിയാണ് ആ വണ്ടി. നമുക്കിവിടെ നോക്കിയാൽ കാണാം റോഡിന് ഇത്ര വീതിയുള്ളൂ. ഒരു കാറ് കിടക്കുമ്പോൾ ആ റോഡിൻ്റെ വീതി കണ്ടോ, ഇത്രയും സ്പേസ് അത് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. പലയിടത്തും പാർക്കിംഗ് ഒന്നുമില്ല. ഇപ്പോൾ ഈ ബിൽഡിങ്സിനൊന്നും വലിയ ബിൽഡിംഗ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു 2-3 പാർക്കിംഗ് സ്പേസേ ഉള്ളൂ. ആൻഡ് ടോക്കിയോയിൽ അവർ കാർ അത്രയ്ക്ക് അങ്ങോട്ട് എൻകറേജ് ചെയ്യുന്നില്ല. കാരണം ആളുകൾ മുഴുവൻ കാർ വാങ്ങിച്ചാൽ അത് ഓടിക്കാനുള്ള റോഡില്ല. ആ റീസൺ കൊണ്ട് തന്നെ അവർ കാർ പർച്ചേസൊക്കെ കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജപ്പാനിൽ യു നീഡ് സംതിങ് കോൾഡ് ഷാക്കോ ഷോമായി. ഷാക്കോ ഷോമായി എന്ന് പറയുന്നത് നമുക്ക് കാർ വാങ്ങിക്കുമ്പോൾ അത് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി കാർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെയ്ഡ് പാർക്കിംഗ് ആയിരിക്കാം, ഓർ വീടിൻ്റെ സൈഡിലുള്ള സൗകര്യമുള്ളതായിരിക്കാം. പക്ഷേ യു നീഡ് ടു ഷോ ദാറ്റ് ബിഫോർ യു ക്യാൻ ബൈ എ കാർ. സ്ട്രീറ്റ് പാർക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് നെവർ അലൗഡ്. പക്ഷേ എന്നാലും ഇതിപ്പോൾ കാണാൻ പറ്റും. ഞാൻ ആ സിറ്റിയുടെ വളരെ ബിസി ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് നേരെ ഒരു സ്ട്രീറ്റ് അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഇതൊരു ക്വയറ്റ് നെയ്ബർഹുഡാണ്. ഇവിടെ കുറേ നല്ല വീടുകളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി, ഇവിടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഒരു ജാപ്പനീസ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നെയ്ബർഹുഡും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടോക്കിയോയുടെ ബിസി ആയിട്ടുള്ളൊരു പാർട്ടിയിൽ നിന്ന് വളരെ ദൂരെ അല്ലാണ്ടാണ് അവർ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ US കാണുന്ന ഒരു യൂക്ലിഡിയൻ സിസ്റ്റം ഉണ്ടല്ലോ, അതായത് നമ്മളിങ്ങനെ വീടുകളൊക്കെ ഒരു സൈഡിൽ, റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ ഒരു സൈഡിലായിരിക്കും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സും ഓഫീസ് സ്പേസുകളും ഷോപ്പിംഗ് ഒക്കെ വേറെ സ്ഥലത്തായിരിക്കും. ആൻഡ് നമ്മളൊരു കാർ എടുത്തിട്ടാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകുക. അപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് നമ്മൾ കാർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഷോപ്പിംഗ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാർ യൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. ഹിയർ യു ഹാവ് എവറിത്തിങ് ടുഗെദർ ഇൻ വൺ സ്പേസ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജാപ്പനീസ് സോണിംഗ് സിസ്റ്റം അതുപോലെയാണ്. ഇപ്പോൾ ഇവിടെ വീടുകളാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഓഫീസുകൾ കാണാൻ പറ്റും, തൊട്ടടുത്ത് തന്നെ നമുക്ക് ഷോപ്പിംഗ് ഏരിയകൾ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിറ്റിയുടെ അകത്തുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് കാർ യൂസേജ് അത്രയ്ക്ക് അങ്ങോട്ട് എൻകറേജ് ചെയ്യുന്നില്ല. യു യൂസ് ദ ട്രെയിൻ ഫോർ മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂട്ടിങ്. ഇവിടെ കുറേ പാർക്കിംഗ് ലോട്ടുകളൊക്കെ കാണാം. പാർക്കിംഗ് ലോട്ടിലൊക്കെ പലതരം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ ദൂരെ നമ്മളെ നോക്കി ഒരു സ്പെഷ്യൽ കാറ് എന്നെ നോക്കി എന്ന് പറയാം. ഫിയറ്റ് 500.
ആൻഡ് ഇറ്റ് ലുക്സ് ലവ്ലി യെല്ലോയിൽ ആൻഡ് വിത്ത് ജാപ്പനീസ് നമ്പർ പ്ലേറ്റ്സ്. ഇറ്റ്സ് റിയലി ഗുഡ് ലുക്കിംഗ് അല്ലേ? ജപ്പാൻ ഫുള്ള് ഞാൻ കാർ സ്പോർട്ടിങ് വീഡിയോ ആയിട്ട് മാറ്റേണ്ടി വരും തോന്നുന്നുണ്ട്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഫോറിൻ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാറുകൾ ദാറ്റ് ടെൽസ് യു എ ഡിഫറെൻറ്റ് സ്റ്റോറി. നമ്മുടെ നാട്ടിൽ കാണാത്ത പോലത്തെ കുറേ വണ്ടികളാണ്. യാരിസ് ക്രോസ്, ടൊയോട്ട ക്രൗൺ കിടപ്പുണ്ട്. വളരെ JDM സ്പെക്കാണ്. ആ ക്രോം ഗ്രില്ലും ഇതൊക്കെ ആയിട്ട് ഇറ്റ് ലുക്സ് റിയലി നൈസ്. ദർ ഇസ് എ ഹോണ്ട ഒഡീസി, ലെക്സസ് NX. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നതൊക്കെ റെൻ്റൽ കാറുകളാണെന്ന് തോന്നുന്നു. ടൈംസ് കാർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും റെൻ്റൽ കാറുകളൊക്കെ കൊടുക്കുന്ന പോലത്തെ സ്ഥലങ്ങളായിരിക്കണത്. ഞാൻ ഇവിടെ ഈ കാർ പാർക്കിലെത്തുമ്പോഴും എല്ലായിടത്തും ഇൻഫാക്ട് ഈ സ്ട്രീറ്റിൻ്റെ പല ഭാഗത്തും നമുക്ക് ഇതുപോലെ വെൻഡിങ് മെഷീൻസ് കാണാൻ പറ്റും. ദേ ആർ ഓൾമോസ്റ്റ് എവരിവെയർ. അപ്പോൾ നമുക്ക് വെള്ളം കുപ്പിയൊന്നും അങ്ങനെ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. കാരണം എന്തെങ്കിലും വേണം കുടിക്കാന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഹിയർ. അവിടെ നോക്കിയ ഒരു നാരോ അലീവേ, അവിടെ 2 വണ്ടികൾ കിടക്കുന്നു. അതിൻ്റെ ബാക്കിൽ കിടക്കുന്നത് ഒരു ഇഗ്നിസ് ആണെന്ന് തോന്നുന്നു. ഇതാണ് ദിസ് ഈസ് യുവർ ടിപ്പിക്കൽ ജാപ്പനീസ് സ്ട്രീറ്റ്. ഇത് നമുക്ക് വലിയ പുതുമയൊന്നുമില്ല. കാരണം നമുക്ക് ഇതുപോലുള്ള പല സാധനങ്ങളും നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. നമ്മുടെ കൊച്ചിയിലെ പല റോഡുകളും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ആൻഡ് ദർ ഈസ് സംതിങ് സ്പെഷ്യൽ ഓവർ ദെയർ. ഐ തിങ്ക് ദാറ്റ് ഇസ് എ മിറ്റ്സുവോക്ക ബഡി. സീയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാനത് കാണണം എന്ന് വലിയ ആഗ്രഹമല്ല, പക്ഷേ എന്നാലും കാണണം എന്ന് വിചാരിച്ചിരുന്നൊരു വണ്ടിയാണ്. ഇതാണ് മിറ്റ്സുവോക്ക ബഡി എന്ന് പറയുന്ന വണ്ടി. ദിസ് എ ടൊയോട്ട RAV4 ബേസ്ഡ് ആയിട്ടുള്ളൊരു കൺവേർഷനാണ്. ഇറ്റ് ഹാസ് ദാറ്റ് ഷെവർലെ ലുക്കിംഗ് ഫ്രണ്ട് എൻഡ്. ആൻഡ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എക്സിസ്റ്റിംഗ് ബിറ്റ്സ് ഒക്കെ മാറ്റിയിട്ട് ഒരു സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ ഓൾഡ് അമേരിക്കൻ കാർ, പക്ഷേ ഇറ്റ്സ് റിയലി മോഡേൺ അണ്ടർനീത്ത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് പണ്ട് സെൻ ക്ലാസിക് എന്നുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കും ഇഷ്ടമായില്ല. ഇവിടെ നമുക്ക് സൈക്കിൾ പാർക്കിംഗ് കാണാൻ പറ്റും. സൈക്കിൾ വെക്കുന്ന തരം സ്റ്റാൻഡുകളാണ്. അതിലെല്ലാവരും ഇങ്ങനെ സൈക്കിൾസൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓക്കെ ഒരു ബിൽഡിംഗ്, ഹോണ്ട ഫാനാണ്. ഇവിടെ ഒരു ജാസും ഇവിടെ ഒരു HRVയും ഓർ വെസൽ വാട്ട് എവർ യു കോൾ ഇറ്റ്. ഇവിടെ നമുക്കൊരു നിസാൻ റൂക്സ് ഉണ്ട്. ദിസ് എ കെ കാർ, നിസാൻ ഡേയ്സ് റൂക്സ് എന്നാണ് അതിൻ്റെ പേര്. ലുക്സ് റിയലി നൈസ് അല്ലേ? നമുക്ക് ഇത്തിരി കൂടി സ്പീഡിൽ നടക്കാം. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെഡാനാണത്. ദാറ്റ് ഈസ് ദ ലെക്സസ് IS. സ്പീഡിൽ നടന്നാൽ നമുക്ക് ശരിക്കും കാണാം. ലെക്സസ് IS സിഗ്നലായി പോയി. ദർ ഇസ് എ ടൊയോട്ട മാർക്ക് X. റിയർ വീൽ ഡ്രൈവ് ആണ്. ആ ലെക്സസിൻ്റെ തന്നെ ടൊയോട്ട വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ, ബട്ട് ഒരു ജനറേഷൻ മുന്നത്തെ. ആൻഡ് ഇവിടെ വരുമ്പോഴത്തേക്കും ദർ ഇസ് എ ഫാമിലി മാർട്ട് ഇതുപോലൊരു കൺവീനിയൻസ് സ്റ്റോറാണ്. നമുക്ക് ഇങ്ങനത്തെ കുറേ കൺവീനിയൻസ് സ്റ്റോറുകൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ടൊയോട്ട ഹാരിയർ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഹാരിയർ എന്നുള്ള പേരിൻ്റെ ഓണർ. ടാറ്റ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ്. ലുക്ക് ഹു ഈസ് കമ്മിങ്, ഫിയറ്റ് 500 പോയി. ഓൺവേർഡ്സ് ഇവിടെ ഒരു ദൈഹാറ്റ്സു തോറാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഓർമ്മ. ആ ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഹോണ്ട ഫിറ്റ് കിടപ്പുണ്ട്, ഓർ ജാസ് വാട്ട് എവർ യു കോൾ ഇറ്റ്. ഹോണ്ട സ്റ്റെപ്പ് വാഗൺ കിടപ്പുണ്ട്. ഇതിൻ്റെ ടെയിൽ ഗേറ്റ് നമുക്ക് പലതരത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്വേർഡ്സും തുറക്കാം, അതുപോലെ തന്നെ സൈഡിലേക്ക് വെക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് അടുത്തതായി കാണുന്ന ആലിവേ വഴി നടക്കാം. ഇതിൻ്റെ AC ഔട്ട്ഡോർ യൂണിറ്റൊക്കെ വെച്ചേക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം സ്റ്റാക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് നല്ല ലോജിക്കൽ രീതിയിൽ അത് വെച്ചിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു E90 എസ്റ്റേറ്റ് കിടപ്പുണ്ട് ഇവിടെ. ലോവർ സ്പെക്കാണ്, ഈവൻ ബാഡ്ജിങ് ഒന്നുമില്ല. ബട്ട് ഐ എം ഗെസ്സിങ് ഇറ്റ്സ് മോർ ലൈക്ക് ഒരു 320i ആയിരിക്കണം. ഒരു ലെവൽ ക്രോസിങ്ങിൻ്റെ അടുത്ത് വന്നേക്കാണ്. ഇപ്പോൾ ട്രെയിൻ ജസ്റ്റ് പോയിട്ട് തുറന്നിട്ടുള്ളൂ. ദർ ഇസ് എ ഗോൾഫ് GTI ഓസം ലുക്കിംഗ്. ഉടനെ ഇന്ത്യയിൽ വരും എന്നുള്ളതാണ്. ഇവിടെ ഒരു ഇതുണ്ട്, ലെക്സസ് LS 460 ഒരെണ്ണം പോകുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ന്യൂ പ്രിയസ്. സച്ച് എ ഗുഡ് ലുക്കിംഗ് കാർ. കണ്ടു കഴിഞ്ഞാൽ ലാംബോ പോലെ ഉണ്ട്. പഴയ പ്രിയസിൻ്റെ ആ ഒരു അഗ്ലി ഇമേജൊക്കെ കളഞ്ഞിട്ട് നൗ ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ഒരു ക്രൗൺ ബോണ്ട് റോയൽ സലൂണാണ്. ഇവിടെ എല്ലാ വീട്ടിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഹോണ്ട ജാസ് ഓർ ഫിറ്റ് അവർ വിളിക്കുന്നത് പോലെ ഫിറ്റിൻ്റെ ഒരു വേർഷൻ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫിറ്റ് ക്രോസ് ഫിറ്റ് എന്നാണെന്ന് തോന്നുന്നു, അല്ല ക്രോസ് സ്റ്റാർ എന്നാണ് അതിനെ വിളിക്കാമെന്ന് തോന്നുന്നു. ആൻഡ് ദർ ഈസ് മൈ ഫേവറേറ്റ് തിങ് ഇൻ ദ വേൾഡ്. അവിടെ ഒരു ജിംനി കേക്ക് കാർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ദൂരെ. അതിൽ പോകാൻ പറ്റും എന്ന് തോന്നുന്നു, പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മേ ബി നമുക്ക് നോക്കാം അങ്ങോട്ട് പോകാൻ പറ്റുമെന്നുള്ളത്. തൽക്കാലം ക്രോസ് ചെയ്യാൻ പ്രശ്നമില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ലെവൽ ക്രോസാണ്, സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം. പെട്ടെന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തിയാൽ വേറൊരു നെയ്ബർഹുഡിലെത്താം. ആ ജിംനി എന്തായാലും ഒന്ന് കണ്ടിട്ടുള്ളൂ. ബാക്കി കാര്യം അത് കീ വേർഷനാണ്, അതായത് മറ്റേ വീലാർച്ചുകളും
ട്രിമ്മുകളൊന്നും ഇല്ലാത്ത നമ്മുടെ ജപ്പാനിൽ മാത്രം വിൽക്കുന്ന ആ ഒരു ചെറിയൊരു വേർഷനാണ്. ഒബ്വിയസ്ലി 3 ഡോറാണ്, നമുക്ക് 5 ഡോർ കിട്ടിയ പോലെ. ഓൾസോ അവിടെ ഒരു സുസുക്കി ഹസ്ലറും ഉണ്ട്. വിൽ ടേക്ക് എ ക്ലോസർ ലുക്ക്. ദർ ഇസ് ദ ജിംനി. അച്ചടാ, എന്ത് രസമാണ്. വന്നൊന്ന് എനിക്ക് കുഞ്ഞി കാറുകൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ലറൊക്കെ കാണാൻ ആക്ച്വലി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതുപോലെ അപ്പുറത്തൊരു സുസുക്കി XB എന്ന് പറഞ്ഞ വണ്ടി കിടപ്പുണ്ട്. ഇതാണ് ഇവിടെ ഉള്ള ട്രെയിൻ. സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ട്രെയിനൊരു ടിൽറ്റ് കണ്ടോ, ആ കോർണറിലൊക്കെ അത് ചെറുതായിട്ടൊന്ന് ഒരു സ്ലോപ്പ് ഉണ്ട്. സൈഡ് വൈസ് ആണ്, കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. സോ ദാറ്റ് വേ നമുക്ക് ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വല്ലാണ്ട് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും. ആൻഡ് ഇറ്റ് ഗോസ് റിയലി ഫാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റാപ്പിഡ് ട്രാൻസിറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ചെറിയൊരു ടിൽറ്റ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് റിയലി അമേസിങ്. ഇവിടെയാണ് നമ്മുടെ സുസുക്കി XB കിടപ്പുണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഹസ്ലർ. പലർക്കും ഹസ്ലറായിട്ട് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ ഇറ്റ് ഈസ് ഈവൻ ബെറ്റർ ലുക്കിംഗ് ദാൻ ഹസ്ലറിനേലും കുറച്ചും കൂടിയും റൗണ്ടഡ് ആണ്. ആൻഡ് ആ വലിയ വീലൊക്കെ ഓക്കെ, വലിയ സ്റ്റീൽ റിമൊക്കെ കൊടുത്തേക്കണോണ്ട് അതിനൊരു പ്രത്യേക ഒരു ക്യാരക്ടർ ഉണ്ട്. എനിക്ക് XB ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഹസ്ലർ ഇഷ്ടമാണ്. പക്ഷേ മൈ ഹാർട്ട് സൈസ് ജിംനി. വാട്ട് എ കാർ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോർ കാർസ് പാർക്ക്ഡ് ഹിയർ. ഓൾഡ് ജനറേഷൻ പ്രിയസ് അവിടെ കിടപ്പുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു വോൾവോ XC60 കിടപ്പുണ്ട്. ദാറ്റ് ഇസ് ദ ടൊയോട്ട പ്രോ ബോക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബോക്സി യൂട്ടിലിറ്റേറിയൻ വണ്ടി. ഇവിടെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സാധനം ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. അവിടെ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചെറിയൊരു സ്പേസിൽ ഇത്രയധികം കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. അതിൽ ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാം. മുകളിലായിട്ടൊരു 4 നിലയായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. ഒരു നല്ലൊരു ഫിയറ്റ് 500 ഉണ്ട്. അവിടെ ഒരു ഇഗ്നിസ് ഉണ്ട്. അവിടെ ഒരു ഓൾട്ടോ സ്പോർട്ടിയർ വേർഷൻ ഏതാണ്ട് ഒരെണ്ണം പാർക്ക് ചെയ്തിട്ടുണ്ട്. ദർ ഇസ് എ നൈസ് റെനോ മെഗാൻ ഓവർ ഹിയർ. നല്ലൊരു വീടും. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാറുകളൊന്നും ഈ ഒരു ഏരിയയിലില്ല. ഐ തിങ്ക് ഇതൊരു ക്വൈറ്റ് ലൈഫ് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു നെയ്ബർഹുഡാണ്. സോ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഹൗസ്, വെരി ജാപ്പനീസ്. ലുക്ക് അറ്റ് ദ സ്റ്റൈലിംഗ്. സോ ഇങ്ങനത്തെ നാരോ റോഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ ജപ്പാനിൽ ഈ പറഞ്ഞ പോലെ വലിയ വണ്ടികൾക്ക് അത്ര വലിയൊരു സാധ്യതയില്ല. യു വിൽ സീ ദി സ്മോൾ വെഹിക്കിൾസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു വാനാണത്. അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച സാധനങ്ങൾ. വളരെ യൂട്ടിലിറ്റേറിയൻ രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യു വിൽ സീ അ ലോട്ട് ഓഫ് ദീസ് തിങ്സ് അറൗണ്ട്. ആൻഡ് ദിസ് ഈസ് വാട്ട് കീപ്സ് ജപ്പാൻ ഗോയിങ്. ഈ ഒരു ചെറിയ നെയ്ബർഹുഡിലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സാധനം കണ്ടു. ഇവിടെ ഒരു മാൻ ഹോൾ കവർ കണ്ടോ, ഇറ്റ് സൈസ് ചീബ. ആൻഡ് അതിലൊരു എൻഗ്രേവിങ് നോക്കിയ 2 കിളികളും ആ ഒരു പൂക്കളും ചെടികളൊക്കെ കൂടി. ഇത് ഭംഗിയാക്കി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ദേ ഹാവ് ഡൺ ദാറ്റ്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ഐ ലൈക്ക് അബൌട്ട് ജപ്പാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് എ ടെസ്ല. ആ ഒരു വീട്ടിൽ ഒരു മോഡൽ 3 കിടപ്പുണ്ട്. വിൽ കീപ് വാക്കിംഗ്. ആൻഡ് നമ്മളങ്ങനെ നടന്ന് നമ്മളൊരു മെയിൻ സ്ട്രീറ്റിലെത്തിയേക്കുകയാണ്. കുറച്ചും കൂടി ട്രാഫിക് ഉണ്ട്. ഐ തിങ്ക് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ സ്പോട്ട് നമുക്ക് കാർ സ്പോട്ടിങ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള റോഡുകളൊക്കെ കുറച്ച് എം ടി ആയിരുന്നു. ടൊയോട്ട ക്യാരിങ് എ ടൊയോട്ട, ദാറ്റ്സ് അൺയൂഷ്വൽ. ഫ്ലാറ്റ് ബെഡിൽ ടൊയോട്ട കയറി പോകുന്നതിന് നമുക്കൊരു പേടിയാണ്, എന്തൊക്കെ സംഭവിക്കുമോ. പണ്ട് ഇതുപോലെ പറഞ്ഞപ്പോഴാണ് കൊറോണയൊക്കെ വന്നത്. ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ട് ഉണ്ട്. ഒരു സ്വിഫ്റ്റ് കാണാം. അതുപോലെ തന്നെ കുറേ ഡെഹാറ്റ്സു പല വണ്ടികളും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. ദർ ഇസ് എ ടൊയോട്ട ക്രൗൺ. നമ്മൾ സയോൺ XB എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബോക്സി സ്റ്റൈലിംഗ് ആദ്യമായിട്ട് കൊണ്ടുവന്ന വണ്ടികളിലൊന്നാണത്. അതിൻ്റെ ടൊയോട്ട വേർഷനാണ്. ദിസ് ഈസ് എ BB. അപ്പോൾ അത് നമുക്കവിടെ കാണാം. ആൻഡ് വി കം അപ്പ് ഹിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരു യൂട്ടിലിറ്റേറിയൻ വണ്ടികൾ. ഇപ്പോൾ ഒരു പ്രിയസിൻ്റെ തന്നെ പ്രിവിയ എന്ന് പറയുന്നൊരു വേർഷനാണ്. അതുപോലെ തന്നെ അതിനും കാണാൻ പറ്റും ഒരു പ്രിയസിൻ്റെ പോലത്തെ ഒരു ഷേപ്പ്. ദാറ്റ്സ് കോൾഡ് ദ അക്വ. ഇത് പിന്നെ റെഗുലർ ജാപ്പനീസ് ഇതുണ്ട്. ദർ ഇസ് എ ക്രൗൺ ഡീലർഷിപ്പ് ഓവർ ഹിയർ. ഇതെനിക്ക് എന്തായാലും കണ്ടേ പറ്റുള്ളൂ. ഇവിടെ ക്യാമറ അലോ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. വിൽ ടോക്ക് ടു ദം. അപ്പോൾ ഞാൻ ക്രൗണിൻ്റെ ഷോറൂമിൻ്റെ അകത്താണ്. ഇവിടെ ഡിസ്പ്ലേയിൽ 3 വണ്ടികളുണ്ട്. കുറച്ച് ഒന്ന് ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ദേ ലെറ്റ് മീ ഷൂട്ട് ഹിയർ. സോ യു ക്യാൻ സീ ദീസ് കാർസ്. റിയലി ബ്യൂട്ടിഫുൾ. ക്രൗണിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഷോറൂം. എന്നാലും ചോദിക്കുക, ലെക്സസ് ഗ്രേഡ് ആണ് ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ. സോ ഇറ്റ് ഹാസ് ദാറ്റ് ക്രൗൺ എവറിത്തിങ്. ആൻഡ് ദിസ് കാർ ലുക്സ് റിയലി അമേസിങ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ന്യൂ ടൊയോട്ട ഒരു വൈബൊക്കെ ഉണ്ട്.
ആൻഡ് ഇറ്റ്സ് റിയലി ലോങ്. നമുക്ക് ദിസ് ദ ക്രൗൺ സീ, ഇവിടെ അതിൻ്റെ സ്പെക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 73 lakh yen, അപ്പോൾ അതായത് നാട്ടിലെ ഒരു 35-40 ലക്ഷം രൂപ വരും. ബട്ട് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് കാർ, ഓൾ ദ ഡീറ്റെയിൽസ് ആർ ദെയർ, റിയലി ഗുഡ് ലുക്കിംഗ്. അതിൻ്റെ ഉൾവശമൊക്കെ കണ്ട. സോ ഇതാണ് പുതിയ ക്രൗൺ. ദർ ഈസ് അനദർ വൺ പാർക്ക് ദെയർ. നല്ല കളറാണ്, നമ്മൾ ലെക്സസിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു ഷെയ്ഡ് തന്നെ വന്നിട്ടുണ്ട്. വീൽസൊക്കെ കാണാൻ കുറച്ചും കൂടി ബെറ്റർ ലുക്കിംഗ് ആണ് ആ ഒരു വേരിയൻറ്റിൻ്റെ. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ്സ് കോൾഡ്. അതുപോലെ ഇവിടെ ക്രൗണിൻ്റെ പുതിയ അഡീഷൻസ് നമ്മൾ ഫാമിലി റേഞ്ചിൽ നോക്കിയാൽ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ക്രൗൺ അല്ല, ക്രൗൺ എന്നുള്ള നെയിം അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഇൻറ്റീരിയറൊക്കെ കുറച്ചും കൂടി സ്പോർട്ടിയാണ്. ഇതൊരു SUV, ഇന്നിപ്പോൾ വേൾഡിൽ എല്ലാവർക്കും ഇതാണ് വേണ്ടതെന്നുള്ളത് വെച്ചിട്ട് അവർ ക്രൗൺ റേഞ്ചിലേക്ക് ഒരു അഡീഷനായിട്ട് കൊണ്ടുവന്നൊരു വണ്ടിയാണ്. ദെൻ യു ഹാവ് ദ അതർ ക്രൗൺ വിച്ച് ഈസ് ദ ക്രോസ് ഓവർ സ്റ്റൈലിംഗ് ഉള്ള ക്രൗൺ. ദർ ഇറ്റ് ഈസ്. മാറ്റ് പെയിൻ്റൊക്കെയാണ്, ലുക്സ് ദ പാർട്ട്. ഈവൻ ദിസ് വൺ എനിക്കിതും ഇഷ്ടപ്പെട്ടു. ഇതിന് ആ ക്രൗൺ എന്നുള്ള പേര് ഡിസേർവ് ചെയ്യണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ് ലുക്സ് റിയലി ഗ്രേറ്റ്. ആൻഡ് ഈ ഒരു ഷോറൂമിൻ്റെ ആ ഒരു വൈബ്, ആ ഒരു ആംബിയൻസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ലെക്സസ് തീമിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. ആൻഡ് അവിടെ കുറച്ച് ക്രൗൺ മെമ്മറബേലിയയും സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ ഹിയർ. ഇവിടെ യു ക്യാൻ സീ ദ ഓൾഡർ വേർഷൻസ് ഓഫ് ദ ക്രൗൺ. ഫസ്റ്റ് ക്രൗൺ ആ മുകളിലിരിക്കുന്ന വണ്ടിയാണ്. ആൻഡ് ദർ ആർ സ്മോളർ വേരിയൻസ് ഓഫ് ഇറ്റ്. ഇവിടെ ഒരു ക്രൗണിനെ കുറിച്ചുള്ളൊരു ബുക്ക് ഉണ്ട്. ഇവിടെ ഒരു പ്രീവിയസ് വേർഷൻ്റെ ഒരു 1:18 സ്കെയിൽ മോഡലുണ്ട്. ഐ റിയലി ലവ് ദിസ് പ്ലേസ്. ഇത് ഞാൻ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ കേട്ടോ. ക്രൗഡിന് വേണ്ടിയിട്ടൊരു ഷോറൂമുള്ള കാര്യം പോലും എനിക്ക് സത്യം പറഞ്ഞ് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ നൗ ബീയിങ് ഹിയർ ആൻഡ് ദീസ് പീപ്പിൾ വർ കൈൻഡ് ഇനഫ് ടു ലെറ്റ് മീ ഫിലിം ദിസ്, സോ യു ക്യാൻ സീ ഇറ്റ്. ഈ ഒരു വേർഷൻ്റെ ഉൾവശം നമ്മൾ കാണിച്ചില്ല അല്ലേ. ഇറ്റ്സ് ഓൾ ബ്ലാക്ക്. ഇവിടെ കൂടുതലും പ്രിഡോമിനൻ്റ്ലി ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണെന്ന് തോന്നുന്നു വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഷോറൂമിൻ്റെ ഒരു ഓവറോൾ ആംബിയൻസ്, ഇവിടെ കുറച്ച് മെർച്ചൻഡൈസ് കൂടി ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഒരു പുതിയ ക്രൗണിൻ്റെ സ്കെയിൽ മോഡൽ ചെറുതൊരെണ്ണമുണ്ട്. ടീഷർട്ടുകളൊക്കെ ഒരു 8,000, ഒരു 3,500 ആ റേഞ്ചിലൊക്കെയാണ്. ഇവിടെ കുറച്ച് ബോളും ഇതൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോർ കാണാനായിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോവാണ്. Oh wow, there it is, the original crown. Oh, well preserved, such a great example. Just look at it. Oh my god, oh my god, I never thought I would see this. And if we walk around, there is the rest of the crown range. ആദ്യത്തെ ഒരു 4 ജനറേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു കണ്ടീഷൻ നോക്കിയേ, ഹൗ ഗ്രേറ്റ് ലുക്കിംഗ് ദേ ആർ. ഈ ഒരു സ്ഥലത്ത് കയറാൻ തോന്നിയത് വലിയൊരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ലായിരുന്നു. എന്തായാലും വീഡിയോയോട് അവസാനിപ്പിക്കാം. നമുക്ക് കൂടുതൽ ജാപ്പനീസ് സീരീസുകൾ കൊണ്ടുവരാം. ഞാൻ ഈ വണ്ടികളൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് കണ്ടിട്ട് ഇത്തിരി ഒരു ടൈം സ്പെൻഡ് ആയിട്ട് ഞാൻ ഇറങ്ങുന്നുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.